ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 10ാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ജെനറ്റിക്സ് ഓഫ് ലൈഫിൻ്റെ 3rd പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. 2 പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർട്ടിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ച് പഠിച്ചുകൊണ്ടാണ്. ആൻഡ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNAസിനെ കുറിച്ച് പറഞ്ഞു. ആൻഡ് ഈ ഇലുസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കമൻസിലിടാം. സോ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ ഇട്ട 2 പാർട്സും അതിൽ കാണാം. അതേപോലെ തന്നെ ഇനി നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോസ് എല്ലാം അതിലുണ്ടാവും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ അതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ ജീൻസിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യാൻ. ആൻഡ് ആ പ്രോട്ടീൻസാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിനെയും തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസ് എങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടേഴ്സിനെ, നമ്മുടെ ഓരോ ജീവിയിലുള്ള എല്ലാ കാര്യങ്ങളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഇൻ ക്യാരക്ടേഴ്സ്. സോ some characteristics of parents are also found in their children. Isn't it also common to see certain characters in children which are differ from their parents? അതായത് ഇപ്പോൾ ഒരു പാരൻസും അതിൻ്റെ കുഞ്ഞുങ്ങളും ഓഫ് സ്പ്രിങ്സും ഉണ്ടെങ്കിൽ കുറേയൊക്കെ ക്യാരക്ടേഴ്സ് പാരൻസിൻ്റെ പോലെ, അതിൻ്റെ ഷേപ്പാണെങ്കിലും അതിൻ്റെ സ്വഭാവമാണെങ്കിലും കുറേയൊക്കെ അച്ഛനെ പോലെയോ അമ്മേനെ പോലെയോ ഒക്കെ ആയിരിക്കാം ഉണ്ടായിരിക്കുക. ഇപ്പം നമ്മുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ എക്സാക്ട്ലി ലൈക്ക് എല്ലാ ക്യാരക്ടേഴ്സും ഒന്നില്ലെങ്കിൽ അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അങ്ങനെയല്ലല്ലോ. ഇവർക്ക് 2 പേർക്കും ഇല്ലാത്ത ഷേപ്പാണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും കളർ, അതല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ രീതികൾ, ഇതൊക്കെ അച്ഛനും അമ്മയ്ക്കും അല്ലാത്തതും അവർക്ക് 2 പേർക്കും ഇല്ലാത്ത പല പ്രത്യേകതകളും അല്ലെങ്കിൽ പല കഴിവുകളും ഒക്കെ നമുക്ക് കിട്ടിയെന്ന് വരും അല്ലേ. അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ആനിമൽസിന് മാത്രമല്ല പ്ലാന്റ്സിലും ഒക്കെ നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ പാരമ്പര്യം കിട്ടുന്നു എന്ന് പറഞ്ഞാലും എക്സാക്ട്ലി അത് മാത്രമല്ല, എന്തൊക്കെയോ ചില ഡിഫറൻസസും അവിടെ ഉണ്ടാവാറുണ്ട് അല്ലേ. സോ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? Heredity refers to the transmission of characteristics from parents to their offsprings. Variation are characters expressed in offsprings that differ from their parents. അപ്പോൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യമായിട്ട് ചില ക്യാരക്ടേഴ്സ് അതെന്ത് ചെയ്യുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പാരൻസിൽ നിന്ന് ഓഫ്സ്പ്രിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്നത്, പാരമ്പര്യം എന്ന് പറയുന്നത്. അതേസമയം വേരിയേഷൻസ് എന്ന് പറഞ്ഞാലോ, കുഞ്ഞുങ്ങൾക്കുണ്ട് പക്ഷേ പാരൻസിനില്ലാത്ത ചില ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുമ്പോഴാണ് അതിനെ നമ്മൾ വേരിയേഷൻസ് എന്ന് പറയാം. ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻസ്. അപ്പോൾ ഈ ഹെറിഡിറ്റിക്കും വേരിയേഷൻസിനും, അതായത് സെയിം ആണെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിലും ഇതിനൊക്കെ കാരണം എന്ത് തന്നെയാണ്? പാരൻസിൽ നിന്ന് കിട്ടുന്ന ജീൻസ് തന്നെയാണ്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ജീൻസാണ് എല്ലാ ക്യാരക്ടേഴ്സും തീരുമാനിക്കുന്നത്, അതിലൊരു വ്യത്യാസമില്ല. പിന്നെ എങ്ങനെയാണ് ഈ വേരിയേഷൻ ഉണ്ടാകുന്നതെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. The historical path that led science to the discovery of genes is pivotal. സോ ഈ ജീൻസിനെ കണ്ടുപിടിച്ചതാണ് ഈ ജെനറ്റിക്സിൻ്റെ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ സയൻസിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആയിരുന്നു ഈ ജീൻസിനെ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളത്. ആൻഡ് എങ്ങനെയാണ് അത് ഐഡൻറ്റിഫൈ ചെയ്തത്, ആരാണ് അതിന് കാരണമായതെന്നൊക്കെയാണ് ഇനി നമ്മൾ നോക്കുന്നത്. ജെനറ്റിക്സ് ഇൻ ദ ഗാർഡൻ. സോ ജെനറ്റിക്സ് എന്ന് പറയുന്നത് സയൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ്. ജെനറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ജീൻസ്, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. സോ ജെനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, നമ്മൾ അതിൽ എന്തിനെയൊക്കെ കുറിച്ചാണ് കാര്യങ്ങളാണ് പഠിക്കുന്നത്? ജീൻസ്, ഹെറിഡിറ്റി, വേരിയേഷൻ. അപ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ജെനറ്റിക്സിൽ നടക്കുന്നത്. Gregor Johann Mendel's experiment on pea plants or Pisum sativum and the conclusions he drew out of hybridization experiments laid the foundation for the field of genetics. Therefore, he is considered as the father of genetics. So, ജെനറ്റിക്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരാണ് മെൻഡലിൻ്റെ.
ഹീ കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്ന ആളാണ് ഗ്രിഹർ ജൊഹാൻ മെൻഡൽ. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് മെയിനായിട്ട് പീ പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പൈസം സറ്റൈവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്ലാന്റ് വെച്ച് അദ്ദേഹം നടത്തിയ ചില ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതായിരുന്നു ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയുടെ തുടക്കം തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. സോ അത് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട പേരാണ്. ഫാദർ ഓഫ് ജെനറ്റിക്സ് ഇദ്ദേഹത്തിൻ്റെ പേര് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. സോ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. Gregor Johann Mendel was born on 20th July 1822 at Heinsies, a small village of North Moravia, which is now known as Czech Republic. After joining the Augustinian monastery at Brno, he became a priest in 1847. Between 1851 and 1853, he attended the University of Vienna, where he studied physics, mathematics, and natural science, and learned statistical methods to അനലൈസ് ഡാറ്റ സയൻറ്റിഫിക്കലി. സോ ഗ്രിഹർ ജൊഹാൻ മെൻഡൽ എവിടെയാണ് ജനിച്ചത്? നോർത്തേൺ മൊറാവിയയിലുള്ള ഹൈൻസൈസ് എന്ന് പറയുന്ന ഒരു ചെറിയ വില്ലേജിലാണ് ജനിച്ചത്. ആൻഡ് ആ സ്ഥലമാണ് ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് അദ്ദേഹം എന്ത് ചെയ്തു? മൊണാസ്ട്രിയിൽ ചേർന്നിട്ട് ഒരു പ്രീസ്റ്റായി. സോ അദ്ദേഹം ബേസിക്കലി ഒരു പ്രീസ്റ്റാണ്. അദ്ദേഹം 1851 തൊട്ട് 53 വരെ യൂണിവേഴ്സിറ്റി ഓഫ് വിയന്നയിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ അവിടെ അദ്ദേഹത്തിൻ്റെ സബ്ജക്ട്സ് ഫിസിക്സ്, മാത്തമാറ്റിക്സ്, നാച്ചുറൽ സയൻസ്, അതേപോലെ അദ്ദേഹം കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇദ്ദേഹത്തിൻ്റെ ഈ ടൈപ്പ് ഓഫ് സ്റ്റഡിക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ ഒരു കാര്യവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സും കൂടി വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റഡി നടന്നിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ സ്റ്റഡീസിനൊക്കെ ശേഷം അദ്ദേഹം എന്ത് ചെയ്തു? ഒരു കുറച്ച് നാളത്തെ നീണ്ടു നിൽക്കുന്ന കുറച്ച് എക്സ്പെരിമെൻറ്റുകൾ നടത്തി. അതിലാണ് ഈ പറഞ്ഞ കണ്ടെത്തലുകൾ, അല്ലെങ്കിൽ നമ്മളിനി പറയാൻ പോകുന്ന കണ്ടെത്തലുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി നമുക്കതിനെ അതെന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം. In 1856, Mendel began to conduct hybridization experiments on pea plants, that is Pisum sativum, in the garden of his monastery that focused on 7 specific characters such as the color of flower, shape of the seed, etc. So 1856 അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്ന ആ മൊണാസ്ട്രിയുടെ, അതായത് അവരുടെ പള്ളി അങ്ങനെയുമായി ബന്ധപ്പെട്ട ആ മൊണാസ്ട്രിയുടെ അവരുടെ ഗാർഡനിലാണ് ഈ എക്സ്പെരിമെൻറ്റുകൾ നടത്തിയത്. അദ്ദേഹം സെലക്ട് ചെയ്ത പ്ലാന്റ് എന്ന് പറയുന്നത് പീ പ്ലാന്റ് ആണ്. അത് ഓർത്ത് വെക്കണം. പയറ് ചെടികളിലാണ് അദ്ദേഹം എന്ത് നടത്തിയത്? ഈ ഒരു എക്സ്പെരിമെൻറ്റുകളെല്ലാം നടത്തിയത്, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റുകൾ ഒക്കെ നടത്തിയത്. അതിൽ അദ്ദേഹം ചില പ്രത്യേക ക്യാരക്ടറുള്ള ചെടികളെ തിരഞ്ഞെടുത്തിരുന്നു. ഫോർ എക്സാമ്പിൾ ഫ്ലവറിൻ്റെ കളറ്, അതേപോലെ സീഡിൻ്റെ ഷേപ്പ്, ഹൈറ്റ്, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സുള്ള, അതായത് പയറ് ചെടിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വ്യത്യസ്ത തരത്തിലുള്ള പയറ് ചെടികളുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് തന്നെ അറിയാം പല തരത്തിലുള്ള പയറ് ചെടികളുണ്ട്, പല ഹൈറ്റിൽ വരുന്നത്, പലതരത്തിലുള്ള വിത്തുകൾ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന പോട്ട്സ്, അതായത് നമ്മുടെ ആ പയറിൻ്റെ ആ ഒരു തോടുണ്ടാവില്ല, അതിന് തന്നെ പല ഷേപ്പിലുള്ള വലുതുണ്ട്, ചെറുതുണ്ട്. ഇനി പയറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ വ്യത്യസ്ത കളറിലുള്ള പയറുകളുണ്ട്, ഇങ്ങനെ ചുളുങ്ങിയിട്ടുള്ളതുണ്ട്, ഭയങ്കര റൗണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പയർ ചെടികളുണ്ട്. അപ്പോൾ ഈ വ്യത്യസ്തത കാരണം, അതേപോലെ തന്നെ പയറിന് നമുക്ക് പെട്ടെന്ന് ഒരു നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവും അല്ലേ. ഒരു പയറാണെങ്കിൽ വലുതായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും, കായ് ഉണ്ടാവും. ആ കായിൽ നിന്ന് നമുക്ക് അടുത്തൊരു പയർ ചെടീനെ വേഗം ഉണ്ടാക്കാം. അപ്പോൾ ഈ പല പ്രത്യേകതകളുള്ളത് കാരണമാണ് അദ്ദേഹം ഈ പയർ ചെടീനെ തന്നെ തിരഞ്ഞെടുത്തത്. അതിലത്തെ ചില ക്യാരക്ടേഴ്സ് അദ്ദേഹം സെലക്ട് ചെയ്ത് വെച്ചു. Based on the analysis of the experimental result, he explained that a pair of factors controls each character and represented those factors using symbols. These factors are now known to be genes. അപ്പോൾ അദ്ദേഹം ഈ എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്തോ ഒരു സാധനം, ഓരോ ക്യാരക്ടറിനെയും എന്തോ ഒരു സാധനം ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ജനറേഷനിൽ നിന്ന് മറ്റൊരു ജനറേഷനിൽ ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഒരു പാറ്റേൺ നോക്കിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്തോ ഒരു കൺട്രോളിങ് ഫാക്ടർ ഉണ്ടെന്ന് മനസ്സിലായി. ആൻഡ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. അതായത് ഈ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് ഒരു പെയറായിട്ടാണ് അപ്പിയർ ചെയ്യുന്നത്. അതായത് ഒരു ക്യാരക്ടറിനെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഫാക്ടർ, ഒരു ക്യാരക്ടറിന് പുറകിൽ തന്നെ രണ്ട് ഫാക്ടേഴ്സ് പ്രസൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു. ബട്ട് ആ ഫാക്ടേഴ്സിന് ഒരിക്കലും ജീൻസ് എന്നൊരു പേരൊന്നും അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ചില സിമ്പിൾസ് വെച്ചിട്ടാണ് അത് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് അതെന്തായിട്ട് വന്നത്, ജീൻസ് എന്നുള്ള പേരൊക്കെ ആ ഫാക്ടറിന് കൊടുത്തത്.
Gregor Mendel's conclusions are known as the laws of inheritance. These laws provide the fundamental genetic framework to understand heredity and variation. സോ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സുകളെല്ലാം കൂടി ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലോസ് അദ്ദേഹം പ്രപ്പോസ് ചെയ്ത് വെച്ചിരുന്നു. പിന്നീട് അതാണ് നമ്മുടെ ഒരു ജെനറ്റിക്സിൻ്റെ ഒരു ബേസ് ആയിട്ട് വന്നത്. In 1865, he presented his findings in the Natural History Society at Brno. The following year, he published the thesis titled Experiments on Plant Hybridization. However, the scientific community of that time largely ignored Mendel's discoveries. Gregor Mendel passed away in 1884. So, 1865 അദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളൊക്കെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി അറ്റ് ബെർണോയിൽ അവതരിപ്പിച്ചു. അതേപോലെ തന്നെ അദ്ദേഹം ഒരു തെസിസ് പബ്ലിഷ് ചെയ്തിരുന്നു, എക്സ്പെരിമെൻറ്റ്സ് ഓൺ പ്ലാന്റ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അന്നത്തെ കാലത്തെ അന്നുള്ള സയൻറ്റിസ്റ്റുകളൊന്നും അതെന്ത് ചെയ്തില്ല, അംഗീകരിച്ചില്ല. അവരതിനെ ഇഗ്നോർ ചെയ്തു. ആൻഡ് ഗ്രിഗർ മെൻഡൽ എന്ത് ചെയ്തു, 1884 മരിച്ചു പോവുകയും ചെയ്തു. ബട്ട് ലേറ്റർ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, in 1900, 16 years after his death, botanist Hugo de Vries, Carl Correns and Heinrich von Schirach recognized the significance of Mendel's research. With this, Mendel's findings were accepted as the foundation of the science of genetics. Genetics has grown into the most extensive branch of science through numerous contributions of various scientists. So, 1900 എന്ത് സംഭവിച്ചു, ഈ നെക്സ്റ്റ് പറയുന്ന 3 ബൊട്ടാണിസ്റ്റുകൾ ഹ്യൂഗോ ഡി വ്രിസും കാൾ കൊറൻസ് ആൻഡ് എൻറിച്ച് വോൺ ഷെർമാർക്ക്, ഈ 3 പേരും എന്ത് ചെയ്തു, ഇദ്ദേഹം കണ്ടുപിടിച്ച് ഇതേ കണ്ടെത്തലുകളൊക്കെ തന്നെ റീഡിസ്കവർ ചെയ്തു. അതായത് അവരത് സയൻറ്റിഫിക്കലി അവർ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്തു. സോ ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം അന്ന് അവതരിപ്പിച്ച തെസിസൊക്കെ കറക്റ്റായിരുന്നു എന്നുള്ളത് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അംഗീകരിച്ചത്. അതിന് കാരണക്കാരായ 3 സയൻറ്റിസ്റ്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 പേരെന്ന് പറയുന്നത്. ലേറ്റർ എന്തായി, ജെനറ്റിക്സിൻ്റെ ഒരു ബേസ്, ഒരു ഫണ്ടമെൻ്റൽ തിങ്സ് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടെത്തലുകളായിട്ട് മാറി. സോ അതുകൊണ്ടാണ് ഫാദർ ഓഫ് ജെനറ്റിക്സ് ആയിട്ട് ഗ്രിഗർ മെൻഡലിനെ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റുകളെക്കുറിച്ചാണ്. മെൻഡൽസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ മെൻഡൽ ആദ്യം നടത്തിയ എക്സ്പെരിമെൻറ്റിൽ ഒരു കോൺട്രാസ്റ്റിംഗ് ട്രെയ്റ്റിനെ, അതായത് ഒരു ക്യാരക്ടറിനെയാണ് അദ്ദേഹം എടുത്തിരുന്നത്. അതായത് ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആവാം, പൂവിൻ്റെ കളറാവാം, ഉണ്ടാകുന്ന പയറിൻ്റെ ഷേപ്പ് ആവാം, ഇങ്ങനെ പല പല ക്യാരക്ടറുകളുണ്ടല്ലോ. അപ്പോൾ ആദ്യം അദ്ദേഹം ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ആ ക്യാരക്ടറിനെ തന്നെയാണ് നമ്മൾ ട്രെയ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എടുത്തു, ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു, 2 ടൈപ്പ് പ്ലാന്റ്സിനെ സെലക്ട് ചെയ്തു. ഒന്ന് ഹൈറ്റ് കൂടിയതും ഒന്ന് ഹൈറ്റ് കുറഞ്ഞതും, ടോളും ഡോർഫും, അങ്ങനെ 2 പ്ലാന്റിനെ സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ മാത്രം, അല്ലെങ്കിൽ ആ ഒരു ട്രെയ്റ്റ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ക്രോസിനെ, അതായത് ഇവിടെ അദ്ദേഹം നടത്തിയ ഹൈബ്രിഡൈസേഷനെ പറയുന്നത് മോണോഹൈബ്രിഡ് ക്രോസ് എന്നാണ്. ഇനി ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കണേന്ന് വെച്ചാൽ, 2 വെറൈറ്റി ഓഫ് പ്ലാന്റ്സിനെ പരസ്പരം ക്രോസ് ചെയ്യുന്നതിനെയാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുക. അതായത് നാച്ചുറലി ചിലപ്പോൾ അതെന്ത് ചെയ്യില്ല, സംഭവിക്കില്ല, ബട്ട് നമ്മൾ തന്നെയാണ് ക്രോസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പ്ലാന്റിൻ്റെ പയറിൻ്റെ കേസിലാണെങ്കിൽ ഇദ്ദേഹം എന്താ ചെയ്യുന്നത്, ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ചെടിയിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് മറ്റേ പൂവിൻ്റെ സ്റ്റിഗ്മയിൽ വെച്ച് കൊടുക്കും. അങ്ങനെയാണല്ലോ പൂവിൽ പോളിനേഷൻ നടക്കുന്നത്. ബട്ട് അപ്പം റാൻഡമായിട്ട് ചെയ്യുമ്പം ഏത് പൂവിൻ്റെ പൂമ്പൊടി അതേ സെയിം വെറൈറ്റിയുടെ പൂമ്പൊടി ആയിരിക്കും ഇതിൽ വന്നിരിക്കുന്നത്. സോ അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെയുള്ള ഒരു ക്രോസ് കിട്ടുന്ന തോന്നുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട്, അതായത് അദ്ദേഹമാണ് ഈ ഒരു പൂവിൻ്റെ പൂമ്പൊടി എടുത്തിട്ട് അതായത് പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് മറ്റേ പൂവിൻ്റെ സ്റ്റിഗ്മയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നത്. അതായത് നമുക്കിങ്ങനെ ക്രോസിങ് നടത്തി മോണോഹൈബ്രിഡ് ക്രോസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലെന്താ എങ്ങനെയാണിത് ശരിക്കും ചെയ്യുന്നത് എന്നൊരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പിക്ചർ നോക്കൂ, നമുക്ക് ആദ്യം ഈ പിക്ചർ നോക്കിയിട്ട് അതിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം. അതിന് ശേഷം അതിൻ്റെ ക്രോസ് എങ്ങനെയാണ് വരണേന്നൊക്കെ നോക്കാം. നോക്കൂ, ആദ്യം ഇങ്ങനെ 2 പാരൻ്റൽ പ്ലാന്റ്സ് സെലക്ട് ചെയ്തു. ഒന്ന് ടോളായിരുന്നു, ഒന്ന് ഡോഫ് ആയിരുന്നു. അപ്പോൾ ഇത് 2 വെറൈറ്റി ഓഫ് പീ പ്ലാന്റ് ആണ് കേട്ടോ. 2 തരത്തിലുള്ള പീ പ്ലാന്റ്, ഒന്ന് ഹൈറ്റ് ഉള്ള ടൈപ്പ്, ഒന്ന് ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ്. അങ്ങനെ 2 പാരൻസിനെ സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് നടത്തുന്നു, ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. ആൻഡ് അതിലുണ്ടായ
അതിലുണ്ടായ ഓഫ്സ്പ്രിങ്സുകളൊക്കെ, അതായത് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു, ആ ചെടിയിൽ കായ് ഉണ്ടാകുന്നു, ആ കായിൽ നിന്നുള്ള വിത്ത് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ആ വിത്തുകളെ അദ്ദേഹം വീണ്ടും എന്ത് ചെയ്യുന്നു, മുളപ്പിച്ച് നോക്കുന്നു. അപ്പോൾ അതിലുണ്ടായ അങ്ങനെ ഉണ്ടാകുന്ന ജനറേഷനെയാണ് F1 ജനറേഷൻ, അതായത് ഫസ്റ്റ് ജനറേഷൻ, F1 ജനറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ആ ജനറേഷനിലുണ്ടായ പ്ലാന്റുകളെല്ലാം ഹൈറ്റ് ഉള്ളതായിരുന്നു. ഓക്കെ, ഫസ്റ്റ് F1 ജനറേഷനിൽ ഉണ്ടായ പ്ലാന്റുകളൊക്കെ ഹൈറ്റുള്ള പ്ലാന്റുകളായിരുന്നു. ദെൻ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ ആലോചിച്ചു എന്ന് വെച്ചാൽ, അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ പാരൻ്റൽ പ്ലാന്റ്സിൽ, അതായത് ആദ്യം സെലക്ട് ചെയ്ത പ്ലാന്റിൽ ഹൈറ്റ് ഉള്ളതും ഉണ്ടായിരുന്നു, ഹൈറ്റ് കുറഞ്ഞതും ഉണ്ടായിരുന്നു. ബട്ട് അതിന് ഓഫ്സ്പ്രിങ്സുകൾ വന്നപ്പം ഹൈറ്റ് ഉള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരുടെ പാരമ്പര്യം എവിടെ പോയി അല്ലേ? ഹൈറ്റ് കുറഞ്ഞ ചെടിയുടെ ഹെറിഡിറ്റി എന്താണ് ഇതിന് കിട്ടാഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ജനറേഷനിലുണ്ടായ ടോൾ പ്ലാന്റ് ഉണ്ടല്ലോ, ഈ ടോൾ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസ്, പൂമ്പൊടി എടുത്തിട്ട് ഇതിൻ്റെ പൂവിൽ തന്നെ സ്റ്റിഗ്മയിൽ വെച്ച് കൊടുത്തു. അപ്പോൾ അവിടെ എന്താ നടന്നത്, സെൽഫ് പോളിനേഷനാണ് നടന്നത്. പുറത്തുനിന്നുള്ള ജീനൊന്നും അതിൽ ഇൻവോൾവ് ആയിട്ടില്ല, ഈ ചെടിയുടെ തന്നെ ജീനുകളാണ് അവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ സംഭവിച്ചതെന്ന് നോക്കി. ഇപ്പം അടുത്ത ജനറേഷൻ, അപ്പോൾ അതിൽ നിന്നുള്ള സീഡ്സ് കളക്ട് ചെയ്തു, അതും വീണ്ടും എന്ത് ചെയ്തു, ജെർമിനേറ്റ് ചെയ്തു നോക്കി, മുളപ്പിച്ച് നോക്കി. അപ്പോൾ ഉണ്ടാകുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, F2 ജനറേഷൻ എന്ന് പറയുക. സെക്കൻഡ് ജനറേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ സെക്കൻഡ് ജനറേഷൻ ഉണ്ടായപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് സെക്കൻഡ് ജനറേഷനിൽ ഉണ്ടായിരുന്നത് 1064 പ്ലാന്റ്സ്. കണ്ടോ, ഈ സൈഡിൽ എഴുതിയിരിക്കാൻ നോക്കൂ, 1064 പ്ലാന്റ്സ് ടോട്ടൽ ഉണ്ടായതിൽ 787 എണ്ണം ടോളും 277 എണ്ണം ഡോർഫും ആയിരുന്നു. സോ ആദ്യം എടുത്ത പാരൻസിൽ ഡോർഫ് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ജനറേഷൻ വന്നപ്പോൾ അവിടെ ആ ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റ്സുകളൊന്നും ഉണ്ടായില്ല, ആ ഒരു ക്യാരക്ടർ അവിടെ കാണിച്ചില്ല. ബട്ട് അതേ പ്ലാന്റിനെ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്ത് F2 ജനറേഷൻ ഉണ്ടാക്കിയപ്പോൾ, അതായത് സെക്കൻഡ് ജനറേഷൻ വന്നപ്പം അതിലെന്ത് വീണ്ടും വന്നു, ഹൈറ്റ് ഇല്ലാത്ത പ്ലാന്റുകൾ, ഡോർഫ് പ്ലാന്റ്സ് വന്നു. ആൻഡ് അതൊരു പെർട്ടിക്കുലർ നമ്പറാണ്. ആ നമ്പർ കൊടുക്കാൻ കാരണം അവിടുത്തെ ആ ഒരു റേഷ്യോ, അതായത് ഹൈറ്റ് ഉള്ളതിൻ്റെയും ഹൈറ്റ് ഇല്ലാത്തതിൻ്റെയും ഒരു റേഷ്യോ, ആ റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. ആ റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ നമ്പർ വെച്ച് നോക്കിയപ്പോൾ നമ്മൾ 787:277 എന്ന് പറഞ്ഞ് നമ്മളതിനെ ചെറുതാക്കി നോക്കിയാൽ നമുക്ക് 3:1 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് മോണോ ഹൈബ്രിഡ് ക്രോസിൽ സംഭവിച്ചത്. അതായത് ഒരു ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്തിട്ടുള്ള ക്രോസിനെയാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയണത്. ഈ ഫാക്ടേഴ്സ് തന്നെയാണ് ഇവിടെ നോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഹൈപ്പോത്തസൈസ്ഡ് ദാറ്റ് ദർ മസ്റ്റ് ബി സർട്ടൈൻ ഫാക്ടേഴ്സ് വിത്തിൻ ദ സീഡ് ദാറ്റ് കൺട്രോൾ ട്രെയ്റ്റ്സ്. To find out what might have happened to the factor responsible for dwarfness, he self-pollinated the plants obtained in the first generation to produce a second generation of plants. അപ്പം ഫാക്ടേഴ്സ്, ഈ ട്രെയ്റ്റ്സിനെ, ഈ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് അദ്ദേഹം നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഈ ഫാക്ടേഴ്സ്, ഈ ഡോർഫ്നെസ്സിൻ്റെ ഫാക്ടേഴ്സ് എവിടെ പോയി എന്നറിയാനാണ് ഈ ഫസ്റ്റ് ജനറേഷനിലെ പ്ലാന്റിനെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തത്. അപ്പോൾ ആ മിസ്സായിപ്പോയ, അല്ലെങ്കിൽ അതിൽ കാണാതിരുന്ന, ഫസ്റ്റ് ജനറേഷനിൽ കാണാതിരുന്ന ഡോർഫ്നെസ്സിൻ്റെ ഫാക്ടേഴ്സ് സെക്കൻഡ് ജനറേഷനായപ്പോൾ വീണ്ടും എന്ത് ചെയ്തു, പുറത്തേക്ക് വന്നു, അത് എക്സ്പ്രസ് ആയി. ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ഒരു ബേസിക് ആയ കാര്യങ്ങൾ. നമുക്കതിൻ്റെ നോട്ട് നോക്കാം, ബട്ട് അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളും കൂടി അതിനെക്കുറിച്ച് പറയാനുണ്ട്, അതും കൂടി ഒന്ന് നോക്കി നോക്കാം. So, while conducting hybridization experiments based on the contrasting traits of 6 other characteristics in pea plant, Mendel obtained results similar to the first experiment. അപ്പോൾ മെൻഡൽ ഈ ഒരു ഹൈറ്റ് മാത്രമല്ല ക്യാരക്ടറായിട്ട് എടുത്തത്. ഹൈറ്റിൻ്റെ ഇത് ചെയ്തതിന് ശേഷം അദ്ദേഹം വേറെ 6 ക്യാരക്ടർ എടുത്തു. അപ്പോൾ ഇതിൽ ഹൈറ്റ് ആണെങ്കിൽ വേറെ ഒന്നിൽ ഫ്ലവറിൻ്റെ കളറായിരിക്കും. അങ്ങനെ വ്യത്യസ്തമായ 6 ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അതിൻ്റെ വ്യത്യസ്ത ട്രെയ്റ്റുകൾ, ഇപ്പം ഹൈറ്റിന് ടോളും ഡോഫുമാണ് എടുത്തതെന്നുണ്ടെങ്കിൽ കളറിനാണെങ്കിൽ പിങ്ക് ഫ്ലവറും വൈറ്റ് ഫ്ലവറും ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ട്രൈറ്റ്സ് എടുത്തിട്ട് ഇതേപോലെ 6 ക്യാരക്ടർ വെച്ചിട്ട്, വ്യത്യസ്തമായ ക്യാരക്ടർ വെച്ചിട്ട് ചെയ്തു നോക്കി. ബട്ട് അപ്പോഴും കിട്ടിയ റിസൾട്ട് ഈ ഒരേ രീതിയിലായിരുന്നു. അതായത് ഫസ്റ്റ് ജനറേഷനിൽ ഒരു ട്രെയ്റ്റ് മാത്രം എക്സ്പ്രസ് ചെയ്യും, അതിൻ്റെ സെൽഫ് പോളിനേഷൻ ചെയ്യുമ്പം സെക്കൻഡ് ജനറേഷനിൽ എന്ത് ചെയ്യും, മറ്റേ ട്രൈറ്റും കൂടി കയറി വരും. ആൻഡ് ഇൻ ദ റേഷ്യോ 3:1 3:1 എന്നുള്ള റേഷ്യോ ആണ് അവിടെയും കാണിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ സോ അതിൻ്റെ ബേസിലാണ് അദ്ദേഹം ഫാക്ടേഴ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞത്.
Gregor Mendel hypothesized that characters from parents are passed on to offspring through certain factors that are transmitted through gametes. It was only after Mendel's period that these factors were discovered to be genes that are located in chromosome in the ന്യൂക്ലിയസ്. സോ മെൻഡൽ മനസ്സിലാക്കിയത് എന്താണ്, ഈ ക്യാരക്ടേഴ്സ് എന്തോ ഒരു ഫാക്ടേഴ്സിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യണത് ആൻഡ് അത് ഈ ഗ്യാമേറ്റ്സിലൂടെയാണ് നെക്സ്റ്റ് ജനറേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഗ്യാമേറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഉണ്ട്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഓഫ് സ്പ്രിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഗ്യാമേറ്റ്സിലൂടെയാണ് ഈ ഫാക്ടേഴ്സ് അടുത്ത ജനറേഷനിലേക്ക് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ജീൻസ് ആണെന്നും ആ ജീൻസ് ക്രോമസോമിലാണ് ഇരിക്കുന്നത് എന്നും ഒക്കെ പിന്നീടാണ് അതിൻ്റെയൊക്കെ മനസ്സിലായത്. എ ജീൻ ദാറ്റ് ഡിറ്റർമൈൻ എ ക്യാരക്ടർ ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഫോംസ്. ദീസ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ജീൻസ് ആർ കോൾഡ് അലീൽസ്. എ ജീൻ യൂഷ്വലി ഹാസ് 2 അലീൽസ്. അപ്പോൾ ഒരു ജീൻ, ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ജീന് ഡിഫറെൻറ്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 2 ഫാക്ടർ ഉണ്ട്. ഏതൊക്കെയാണ് 2 ഫാക്ടർ? ഒന്ന് ഹൈറ്റ് എന്നുള്ള ഫാക്ടറും ഒന്ന് ഡോർഫ് എന്നുള്ള ഫാക്ടറും. അപ്പോൾ അതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ 2 ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഈ ജീൻസിൻ്റെ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫോംസിനെ പറയുന്ന പേരാണ് അലീൽസ്. അപ്പോൾ യൂഷ്വലി ഒരു ജീനിന് 2 ടൈപ്പ് അല്ലീലാണ് ഉണ്ടാവുക. ഇപ്പം നമ്മൾ ഈ ഹൈറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആൻഡ് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ജീനുണ്ട്. ആ ജീനിന് 2 അലീൽസ് ഉണ്ട്. അതായത് 2 ഫോമിൽ 2 ടൈപ്പിൽ ആ ജീൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ലെറ്റർ വെച്ചിട്ട് അതിനെ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാപിറ്റൽ ടി ഹൈറ്റും സ്മോൾ ടി ഡോർഫും ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ 2 അലീൽസാണ്, അല്ലെങ്കിൽ അത് 2 തരത്തിൽ എക്സ്പ്രസ് ചെയ്യും. ആ 2 അലീൽസാണ് ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും. The allele capital T represent tall and the allele small t represent dwarf. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ജീനിന് പൊതുവേ 2 അലീൽസ് ആണ് ഉണ്ടാവുക. 2ൽ കൂടുതലുള്ളതും ഉണ്ട്, ബട്ട് യൂഷ്വലി 2 അലീലാണ് ഉണ്ടാവുക. അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ എടുത്താൽ ആ ജീനിനെ 2 അലീൽസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ടിയും ഒന്ന് സ്മോൾ ടിയും. ക്യാപിറ്റൽ ടി ഫോർ ടോൾ, ഹൈറ്റ് ഉള്ളതിന് ക്യാപിറ്റൽ ടി, ഡോർഫ്നെസ്സിന് സ്മോൾ ടി. The observable characteristics of an organism are called phenotype and the genetic constitution responsible for these characteristics are called genotype. അപ്പോൾ പുറത്ത് കാണുന്ന ക്യാരക്ടറിനെ, നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടറിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ഇനി കാണാൻ പറ്റാതെ അതിൻ്റെ ഉള്ളിലുള്ള ജീൻസ് എങ്ങനത്തെയാണെന്ന് അറിയില്ലല്ലോ. ഇപ്പം നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് തന്നെ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ ആദ്യം എടുത്ത പാരൻസിൽ ഒന്ന് ഹൈറ്റ് ഉള്ളതും ഒന്ന് ഡോർഫും ആയിരുന്നു. അതാണ് അതിൻ്റെ ഫീനോടൈപ്പ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ചെടിക്ക് ഹൈറ്റ് ഉണ്ട്, ഈ ചെടിക്ക് ഹൈറ്റ് ഇല്ല എന്നുള്ളത്. അടുത്ത ജനറേഷൻ F1 ജനറേഷൻ ഉണ്ടായപ്പോൾ എല്ലാവരും എന്തായിരുന്നു, ഹൈറ്റ് ഉള്ളവരായിരുന്നു. അപ്പോഴും നമ്മൾക്ക് കിട്ടിയ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് ടോളാണ്. ബട്ട് അതിൻ്റെ ഉള്ളിൽ ജനറ്റിക്കലി എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ബട്ട് F2 ജനറേഷൻ ആയപ്പോൾ നമുക്ക് മനസ്സിലായി 3:1 റേഷ്യോയിലാണ്. അതായത് 4 ഉണ്ടെങ്കിൽ അതിൽ 3 ഹൈറ്റ് ഉള്ളതായിരുന്നു, 1 ചെറുതായിരുന്നു. അപ്പോൾ ഈ ജനറ്റിക്കലി അവരുടെ ഉള്ളിൽ എന്താ നടന്നതെന്ന്, ജീനോടൈപ്പ് എന്താ നടന്നതെന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതല്ല. ബട്ട് ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ ഈ മോണോഹൈബ്രിഡ് ക്രോസിന് സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് അടുത്ത ഇലിസ്ട്രേഷനിൽ വരുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഫീനോടൈപ്പും ജീനോടൈപ്പും കുറച്ചും കൂടി മനസ്സിലാവും. ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. അത് നമ്മൾ ആ ക്രോസും കൂടി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ആൻസർ പറയാം. ഓക്കെ, നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ മോണോഹൈബ്രിഡ് ക്രോസ് തന്നെയാണ് ഇവിടെ പറയുന്നത്. ബട്ട് ഇവിടെ എന്താണ്, അവിടെ നമ്മൾ പ്ലാന്റിൻ്റെ പിക്ചറൊക്കെയാണ് കണ്ടത് അല്ലേ. ഇവിടെ നമ്മൾ സിമ്പിൾസ് വെച്ചിട്ടാണ് പറയുന്നത്. ആൻഡ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇതാണ് മോണോഹൈബ്രിഡ് ക്രോസ് കേട്ടോ. ഇത് എഴുതാൻ പഠിച്ചിരിക്കണം, തെറ്റരുത്. നോക്കൂ, നേരത്തെ പോലെ പാരൻ്റൽ പ്ലാന്റ്സ് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ടോളും ഒന്ന് ഡോർഫും. ആൻഡ് ടോളിൻ്റെ സിമ്പിൾസ് താഴെ എഴുതിയിരിക്കുന്നുണ്ടോ? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി. അപ്പോൾ നോക്കൂ, ടോൾ എന്നുള്ളത് അതിൻ്റെ ഫീനോടൈപ്പാണ്. ജീനോടൈപ്പാണ്
താഴെ എഴുതിയിരിക്കുന്നത്. 2 ക്യാപിറ്റൽ ടി അലീൽസ് ആണ് അതിൻ്റെ ജീനോടൈപ്പ്. അതാണ് താഴെ എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ ടി. അപ്പോൾ ഫീനോടൈപ്പും ജീനോടൈപ്പും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന, പുറത്തേക്ക് കാണാൻ കഴിയുന്ന ക്യാരക്ടറാണ് ഫീനോടൈപ്പ് എന്ന് പറയുന്നത്. ജീനോടൈപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഏതൊക്കെ അലീൽസ് ആണ്, ജനറ്റിക്കലി അതെങ്ങനെയാണെന്നുള്ളതാണ് ജീനോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാരൻ്റൽ പ്ലാന്റ്സിന് ടോളാണ്, ഡോഫാണ്. ടോളിൻ്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി, ഡോഫിൻ്റെ ഫീനോടൈപ്പ് സ്മോൾ ടി. ദെൻ ഇതിൻ്റെ രണ്ടിൽ നിന്നും ഉണ്ടാകുന്ന, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കൂ. അപ്പോൾ ഈ ടോൾ പ്ലാന്റിൽ നിന്ന് ഒരു ഗ്യാമീറ്റ് ഉണ്ടാവും, ഡോഫ് പ്ലാന്റിൽ നിന്ന് ഒരു ഗ്യാമീറ്റ് ഉണ്ടാവും. ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യും. അതായത് ഒരു പോളൻ ഗ്രെയിൻ ഉണ്ടാവും ആൻഡ് ഒരു എഗ്ഗ് ഉണ്ടാവും. ഇത് രണ്ടും തമ്മിൽ ഫ്യൂസ് ചെയ്യും. അപ്പോൾ നോക്കൂ, നമ്മൾ ക്രോമസോം പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ മനുഷ്യനിൽ 46 നമ്പർ ഓഫ് ക്രോമസോം ഉണ്ടെങ്കിൽ സ്പേമിൽ 23 ആകും, ഓവത്തിൽ 23 ആവും. സ്പേമും ഓവവും ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും 46 ആവും എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഈ പ്ലാന്റിലും എന്താ ഉണ്ടാവുക? ഗ്യാമീറ്റിലേക്ക് ഉള്ള ക്രോമസോമിൻ്റെ പകുതിയേ പോകൂ, ഉള്ള ജീൻസിൻ്റെ പകുതിയേ പോകൂ. അപ്പോൾ ടോൾനെസ്സിൻ്റെ ക്യാപിറ്റൽ ടി ആണെങ്കിൽ ഗ്യാമീറ്റിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു ക്യാപിറ്റൽ ടി ഉണ്ടാവുള്ളൂ. അതേപോലെ ഡോഫ് പ്ലാന്റിൽ നിന്നും എന്തുണ്ടാവും? ഗ്യാമീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഡോഫ് പ്ലാന്റിൻ്റെ ജീനോടൈപ്പ് സ്മോൾ ടി ആണ്. ബട്ട് ഗ്യാമീറ്റിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഒരു സ്മോൾ ടിയേ ഉണ്ടാകുന്നു. ദെൻ ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. എന്തുണ്ടാകുന്നു? ഈ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടി ജോയിൻ ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞ് പുതിയൊരു ജീനോടൈപ്പ് ഉണ്ടാകുന്നു. മനസ്സിലായോ? അപ്പോൾ പാരൻ്റൽ പ്ലാന്റിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ എന്തുണ്ടായി? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി. ഇതാ ഇവിടെ. ഓക്കെ, ബട്ട് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫീനോടൈപ്പ് എന്താണ്? അതായത് കാഴ്ചയിൽ അത് എങ്ങനെ ഇരിക്കും? ടോൾ പ്ലാന്റ് ആയിട്ട് തന്നെ ഇരിക്കും. മനസ്സിലായോ? എന്താണ് അതിൻ്റെ ജീനോടൈപ്പ് വ്യത്യസ്തമാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ഫീനോട്ടിപ്പിക്കലി കാണാൻ അത് എങ്ങനെ തന്നെ ഉണ്ടാവുക? ടോളായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോഴാണ് അടുത്ത സ്റ്റെപ്പ് നടന്നത്. അപ്പോൾ F1 ജനറേഷനിലെല്ലാം ടോൾ പ്ലാന്റ്സ് ആണ്, ബട്ട് അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ദെൻ അടുത്ത ക്രോസ് എങ്ങനെ നടന്നു? സെൽഫ് പോളിനേഷൻ ഓഫ് ദ ഫസ്റ്റ് ജനറേഷൻ അല്ലേ? നമ്മൾ മറ്റേ ക്രോസിൽ കണ്ടതാണ്. അതിനെ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. അപ്പോൾ പാരൻസ് എന്തൊക്കെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി, അവരെ തന്നെ സെൽഫ് പോളിനേറ്റ് ചെയ്തു. ദെൻ ഇവിടുത്തെ പ്രത്യേകത നോക്കൂ, ഇവിടെ 2 തരത്തിലുള്ള ഗ്യാമീറ്റ് ഉണ്ടാവും. അതായത് ഈ ക്യാപിറ്റൽ ടി പകുതി, അപ്പം എത്ര ഗ്യാമീറ്റ് ഉണ്ടായോ അതിൽ പകുതി എണ്ണത്തിന് എന്തായിരിക്കും? ക്യാപിറ്റൽ ടി ആയിരിക്കും. ആൻഡ് പകുതി ഗ്യാമീറ്റുള്ളത് സ്മോൾ ടി ആയിരിക്കും. മറ്റേ പ്ലാന്റിനും അതേപോലെ എല്ലാം ഉണ്ടാവുക. പകുതി പ്ലാന്റിൽ ക്യാപിറ്റൽ ടി ആയിരുന്നെങ്കിൽ പകുതി പ്ലാന്റിൽ എന്തായിരിക്കും? സ്മോൾ ടി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദെൻ ഈ പ്ലാന്റിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഫ്യൂഷൻ നടക്കുമ്പോൾ എന്താ ഉണ്ടാവുക? ക്യാപിറ്റൽ ടിയും കൂടി ജോയിൻ ചെയ്താൽ അങ്ങനെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ് ക്യാപിറ്റൽ ടി ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫീനോടൈപ്പ്, അതായത് അതിനെ കാണാൻ എങ്ങനെ ഉണ്ടാവും? ടോളായിട്ടിരിക്കും. ദെൻ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കൂടി ജോയിൻ ചെയ്താൽ വീണ്ടും എന്താവും? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആകും. അപ്പോഴും കാണാൻ എങ്ങനെ ഇരിക്കും? ടോളായിട്ടിരിക്കും. ദെൻ ഇനി സ്മോൾ ടിയും ക്യാപിറ്റൽ ടിയും കൂടിയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിലോ അപ്പോഴും കിട്ടുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. അതായത് ക്യാപിറ്റലും സ്മോളും എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആദ്യം എഴുതണം, അതിനുശേഷം മാത്രമേ സ്മോൾ ലെറ്റർ എഴുതാൻ പാടുള്ളൂ കേട്ടോ. ദെൻ അവിടെ കിട്ടുന്ന പ്ലാന്റും എങ്ങനെയായിരിക്കും? ടോളായിരിക്കും. ദെൻ ലാസ്റ്റ് വൺ, സ്മോൾ ടിയും ഈ ഗ്യാമീറ്റുകൾ തമ്മിലാണ് കൂടി ചേരുന്നതെങ്കിൽ ഉണ്ടാകുന്നതോ സ്മോൾ ടി ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ടോ? ഇല്ല. ടോൾനെസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ ഇവിടെ ക്യാപിറ്റൽ ടി ഇല്ല. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്ലാന്റ് എങ്ങനെയായിരിക്കും? ഡോഫ് ആയിരിക്കും. അതിൻ്റെ ആ ഫസ്റ്റത്തെ പാരൻ്റൽ പ്ലാന്റ് നോക്കൂ. അതായത് ആദ്യം നമ്മൾ ക്രോസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തെ പാരൻ്റൽ പ്ലാന്റ് എങ്ങനെയായിരുന്നു? ഡോഫ് സ്മോൾ ടി ആയിരുന്നു അല്ലേ? അപ്പോൾ ഇതാണ് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ സിമ്പിൾ വെച്ചിട്ടുള്ളത് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇത് വൃത്തിക്ക് പഠിച്ചു വയ്ക്കണം കേട്ടോ. മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇത് എന്തായാലും വരച്ചു വയ്ക്കേണ്ടതാണ്. ഇനി നമുക്ക് തോന്നാവുന്ന മറ്റൊരു സംശയമാണ്, നോക്കൂ, ക്യാപിറ്റൽ ടി വന്നപ്പോൾ പ്ലാന്റ് ടോളായിരുന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നപ്പോഴും പ്ലാന്റ് എന്തായി? ടോളായിട്ട് തന്നെ ഇരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതായത് ഒരു ട്രെയ്റ്റിന് 2 അല്ലീൽസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ക്യാരക്ടറിന് 2 അല്ലീൽസ് ഉണ്ട്. ഇപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് ടോൾ എന്ന് പറയുന്ന ഒരു അല്ലീലുണ്ട്, ഡോഫ് എന്ന് പറയുന്ന ഒരു അല്ലീലുണ്ട്. ഇവിടെ ഡൊമിനൻ്റ് ആയതും റിസസീവ് ആയതുണ്ട്. അതായത് ഒന്ന് മറ്റതിൻ്റെ മുകളിൽ കുറച്ച് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കും, മെയിനായിട്ട് നിൽക്കും. അപ്പോൾ ഈ ഹൈറ്റിൻ്റെ കാര്യം നോക്കുമ്പോൾ ടോൾനെസ് ക്യാപിറ്റൽ ടി ആണ് ഡൊമിനൻറ്റ്.
ഡൊമിനൻ്റ് ആയതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ടി ആണ് ഡൊമിനൻ്റ്, സ്മോൾ ടി എന്താണ്, റിസസീവ് ആണ്, ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന, ഒന്ന് അടിച്ചമർത്തപ്പെട്ട ആളാണ് സ്മോൾ ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലിയിൽ ഒരെണ്ണം ഉള്ളെങ്കിലും എന്ത് ചെയ്യും, അതിൻ്റെ ഫീനോടൈപ്പാണ് എക്സ്പ്രസ് ചെയ്യുക. അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ഈ ക്യാപിറ്റൽ ടി ആണ് അതിൻ്റെ ക്യാരക്ടറാണ് പുറത്തേക്ക് കാണിക്കുക. സ്മോൾ ടി അതിലുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ക്യാരക്ടർ എന്ത് ചെയ്യില്ല, വെളിയിലേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ ടി ആണെങ്കിലും ടോളായിരിക്കും, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ടോളായിരിക്കും. അപ്പോൾ ഇനി ഈ റിസസീവ് ക്യാരക്ടർ പുറത്ത് കാണണമെന്നുണ്ടെങ്കിൽ രണ്ട് അല്ലിയിലും സെയിം ആയിരിക്കണം. അതായത് സ്മോൾ ടി വന്നാൽ മാത്രമാണ് എന്തുണ്ടാവുള്ളൂ, ഡോർഫ്നെസ് എന്ന് പറയുന്ന ക്യാരക്ടർ പുറത്തേക്ക് വരുള്ളൂ. അതാണ് നമ്മൾ ലാസ്റ്റ് ജനറേഷനിൽ കാണുന്നത്. ക്യാപിറ്റൽ ടി വരുമ്പോഴും ടോളാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി വരുമ്പോഴും ടോളാണ്, സ്മോൾ ടി വരുമ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, ഡോർഫ് ആവുള്ളൂ. 3:1 റേഷ്യോ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് നോക്കാം. ഈസ് ഡൊമിനൻറ്റ് ക്യാരക്ടർ ഓൾവേസ് എ ഫീനോടൈപ്പ്? അതായത് എപ്പോഴും ഡൊമിനൻറ്റ് ക്യാരക്ടറാണോ ഫീനോടൈപ്പ് ആയിട്ട് കാണുക, അതായത് പുറത്തേക്ക് കാണുക എപ്പോഴും ഡൊമിനൻറ്റ് ക്യാരക്ടറിനെയാണോ? സോ നമുക്ക് എന്ത് എഴുതാം, എസ് എ ഡൊമിനൻറ്റ് ക്യാരക്ടർ ഇസ് ഓൾവേസ് എക്സ്പ്രസ്ഡ് ആസ് എ ഫീനോടൈപ്പ് വെൻ ദ ഡൊമിനൻറ്റ് അലീൽ ഈസ് പ്രസൻറ്റ് ഈവൻ ഇഫ് ഓൺലി വൺ കോപ്പി ഓഫ് ദ അലീൽ ഈസ് പ്രസൻറ്റ്. അപ്പോൾ എപ്പോഴും എന്താണ്, ഒരു അലീലെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു ഡൊമിനൻറ്റ് അലീലെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്യാരക്ടറാണ് പുറത്തേക്ക് വരിക. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ ടി ആണെങ്കിലും ടോളായിരിക്കും, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും ടോളായിരിക്കും. ദിസ് ഇസ് ബിക്കോസ് ഡൊമിനൻറ്റ് അലീൽ മാസ്ക് ദ എക്സ്പ്രഷൻ ഓഫ് റിസസീവ് അല്ലീൽ. കാരണം ഡൊമിനൻ്റ് അല്ലീൽ റിസസീവ് അല്ലീലിൻ്റെ എക്സ്പ്രഷൻ എന്ത് ചെയ്യും, മാസ്ക് ചെയ്യും, കവർ ചെയ്യും. അപ്പോൾ റിസസീവ് അല്ലീലിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. എ റിസസീവ് അല്ലീൽ വിൽ ഓൺലി ബി എക്സ്പ്രസ്ഡ് ആസ് എ ഫീനോടൈപ്പ് ഇഫ് 2 copies ഓഫ് ദ അല്ലീൽ ആർ പ്രസൻറ്റ് ഇൻ ദ ജീനോടൈപ്പ്. അപ്പോൾ ആ ജീനോടൈപ്പ് ഒരു റിസസീവ് അല്ലീലിൻ്റെ 2 കോപ്പി ഉണ്ടെങ്കിൽ, അതായത് സ്മോൾ ടി അങ്ങനെ 2 സ്മോൾ ടി ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ക്യാരക്ടറിനെ, റിസസീവ് ക്യാരക്ടറിനെ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് ആ പ്ലാന്റ് ഡോർഫ് ആണെന്ന് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ജസ്റ്റ് ചെറുതായിട്ടൊരു നോട്ട്സ് നോക്കാം. നോക്കൂ, മോണോഹൈബ്രിഡ് ക്രോസ് ഇസ് എ ക്രോസ് ഇൻ A monohybrid cross is a breeding experiment where plants differ in only one trait, allowing the study of how that trait is passed down through generations. അപ്പോൾ ഒരു ക്യാരക്ടർ മാത്രം എടുത്തിട്ട് അതെങ്ങനെയാണ് അടുത്ത ജനറേഷനിലേക്ക് വരുന്നതെന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്രോസിനെയാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. It involves crossing 2 homozygous individuals that differ in one characteristics. അപ്പോൾ അതിൽ എടുക്കുന്ന പാരൻസ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഇൻഡിവിജ്വൽ ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ടി ആണ് നമ്മൾ പാരൻറ്റിൻ്റെ ടോൾ പാരൻ്റായിട്ട് എടുത്തത്. അതേപോലെ സ്മോൾ ടി വരുന്നതാണ് ഡോർഫ് പാരൻ്റായിട്ട് എടുത്തത്, അല്ലേ? അപ്പോൾ അങ്ങനെ 2 അലീലും ഒരേപോലെ വരുന്നതിനെയാണ് ഹോമോസൈഗസ് എന്ന് പറയുക. ഇപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ നമ്മൾ ഹെട്രോസൈഗസ് എന്നാണ് പറയുക, ഹോമോസൈഗസും ഹെട്രോസൈഗസും. അപ്പോൾ ഇവിടെ നമ്മൾ അപ്പോൾ ഈ മോണോഹൈബ്രിഡ് ക്രോസിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, ഈ ടോൾ പ്ലാന്റും ഇതും എടുക്കണത്, ഡോർഫ് പ്ലാന്റും എടുക്കണത് കേട്ടോ. അപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഇതെടുക്കാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ ക്രോസ് അവിടെ വരച്ച് വെക്കണം. ആൻഡ് ഇതിൽ കംപ്ലീറ്റ് ആകാത്ത ക്രോസാണ് ഞാൻ വെച്ചിരിക്കുന്നത്, അങ്ങനെയല്ല, നമ്മളിത് ഫില്ല് ചെയ്തതാണ് അവിടെ വരയ്ക്കേണ്ടത് കേട്ടോ. സോ ഇത് മൊത്തം നമുക്ക് എഴുതാം. അതിനുശേഷം നോക്കൂ, അപ്പോൾ ഇവിടെ ഫീനോടൈപ്പ് ഓഫ് പാരൻ്റൽ പ്ലാന്റ്സ് എന്താണ്, ടോളും ഡോർഫും ആണ് എടുത്തത്. ജീനോടൈപ്പ് ഓഫ് പാരൻ്റൽ പ്ലാന്റ്സ് എന്താണ്, ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി. ഇതുകൊണ്ടാണ് അതിനെ ഹോമോസൈഗസ് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് വന്നതെങ്കിൽ അത് ഹെട്രോസൈഗസ് ആവും. സോ അപ്പോൾ എന്താ സംഭവിച്ചത്, ഓൾ ദ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ F1 ജനറേഷൻ വർ ടോൾ. F1 ജനറേഷനിൽ എല്ലാം ടോൾ ആയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഫീനോടൈപ്പ് ഓഫ് ദ F1 ജനറേഷൻ എന്താണ്, ടോളാണ്. ജീനോടൈപ്പ് ഓഫ് F1 ജനറേഷൻ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇതാണ് ഹെട്രോസൈഗസ് കണ്ടീഷൻ കേട്ടോ. ദെൻ plants in the F1 generation are self-pollinated and produced the F2 generation. Self-pollination ചെയ്തിട്ട് F2 generation ഉണ്ടായി. അവിടെയോ 3/4 of the plants produced in the F2 generation were
ടോൾ, അതായത് മുക്കാൽ ഭാഗം മൊത്തം F2 ജനറേഷനിൽ ഉണ്ടായതിൽ മുക്കാൽ ഭാഗം ടോൾ പ്ലാന്റ്സും ബാക്കിയുള്ള 1/4 എന്തായിരുന്നു, ഡോർഫും ആയിരുന്നു. ഇനി നോക്കൂ, അപ്പോൾ F2 ജനറേഷൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ടോൾ ഈസ് ടു ഡോർഫ് എത്രയാണ്, 3:1 റേഷ്യോയിലാണ്. ഫീനോട്ടിപ്പിക്കലി 3:1 ആയിരുന്നു. 3 ഭാഗം ഹൈറ്റ് ഉള്ളതും 1 ഭാഗം ഹൈറ്റ് കുറഞ്ഞതും ആയിരുന്നു. ഇനി ജീനോട്ടിപ്പിക് റേഷ്യോ നോക്കുകയാണെങ്കിലോ ക്യാപിറ്റൽ T ഈസ് ടു ക്യാപിറ്റൽ T സ്മോൾ t ഈസ് ടു സ്മോൾ t. അവർ ഏത് റേഷ്യോയിലാണ് വന്നത്, 1:2:1. അതായത് ഇപ്പോൾ മൊത്തം 4 പ്ലാന്റ് ഉണ്ടായിരുന്നു F2 ജനറേഷനിൽ വെച്ചാൽ ഒരെണ്ണം എന്തായിരിക്കും, ക്യാപിറ്റൽ T ആണ്, 2 എണ്ണം ക്യാപിറ്റൽ T സ്മോൾ t ആണ്, ഒരെണ്ണം സ്മോൾ t ആണ്. ബട്ട് ഫീനോട്ടിപ്പിക്കലി നോക്കുമ്പോൾ ഇത് 3ഉം എന്തായിട്ടാണ് വരിക, ടാളായിട്ടാണ് വരിക. സ്മോൾ ടി വരുന്നത് മാത്രമാണ് ഡോർഫായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയിട്ട് അതിൻ്റെ സ്റ്റഡീസിൻ്റെ ബേസിൽ അദ്ദേഹം മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ മെൻഡൽസ് പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്, ഒരു ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന 2 ഫാക്ടർ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒരു പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പം, ഇപ്പോൾ ടോളും ഡോർഫും തമ്മിൽ ഹൈബ്രിഡൈസേഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ക്യാരക്ടർ മാത്രം എക്സ്പ്രസ് ആവും, രണ്ടാമത്തെ ക്യാരക്ടർ ഹിഡൻ ആയിട്ട് ഇരിക്കും, അതിൻ്റെ ഉള്ളിലുണ്ടാവും, അത് എക്സ്പ്രസ് ചെയ്യില്ല. ദെൻ സെക്കൻഡ് ജനറേഷൻ വരുമ്പം ഈ എക്സ്പ്രസ് ചെയ്യാത്ത ഹിഡൻ ആയിട്ടുള്ള ക്യാരക്ടറും കൂടി സെക്കൻഡ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നുള്ളതാണ് അടുത്ത പോയിന്റിൽ പറയുന്നത്. ആൻഡ് അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടറിന് ദ ട്രേറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ ഈസ് കോൾഡ് ഡൊമിനൻറ്റ് ട്രേറ്റ് ആൻഡ് ദ ഹിഡൻ ട്രേറ്റ് ഈസ് കോൾഡ് റിസസീവ് ട്രേറ്റ്. ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുന്ന ക്യാരക്ടർ ഏതാണോ അതാണ് അവിടെ ഡൊമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇപ്പോൾ ടോളും ഡോർഫും ആയപ്പോൾ ടോളായിരുന്നു ഡൊമിനൻ്റ്, അതുകൊണ്ട് അത് മാത്രമാണ് ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്തത്. Then the trait hidden in the first generation reappears in the second generation is the recessive trait. അതായത് ഫസ്റ്റ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യാതെ ഹിഡൻ ആയിരിക്കുകയും സെക്കൻഡ് ജനറേഷനിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്ന ട്രേറ്റിനെയാണ് റിസസീവ് ട്രേറ്റ് എന്ന് പറയുന്നത്. Then when gametes are formed, the factors that determine traits get separated without mixing. ഈ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, ഈ ഭാഗത്ത് നമ്മൾ പറഞ്ഞു ഈ ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഒരു മിക്സിങ് നടക്കണില്ലേ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും സെപ്പറേറ്റ് ആയിട്ടാണ് വേറെ വേറെ ഗ്യാമേറ്റുകളിലേക്കാണ് പോകുന്നത്, അല്ലാണ്ട് അവിടെ ഒരു മിക്സിങ് നടക്കുന്നില്ല. പകുതി എണ്ണത്തിൽ പകുതി ഉണ്ടാകുന്ന ഗ്യാമേറ്റിൽ ക്യാപിറ്റൽ ടി ആണെങ്കിൽ പകുതി ഉള്ളതിൽ സ്മോൾ ടി ആയിരിക്കും ഉണ്ടാവുക. അവിടെ ഒരു മിക്സിങ് ഓഫ് ജീൻസ് മിക്സ് ആവുന്നില്ല, സെപ്പറേറ്റ് ആയിട്ടാണ് എന്താവുന്നത്, ഇങ്ങനെ ഗ്യാമേറ്റ് ഉണ്ടാകുമ്പോൾ ഫോം ചെയ്യുമ്പം പോകുന്നത്. അതാണ് ആ പോയിന്റിൽ പറയുന്നത്. The ratio of dominant to recessive traits in the offspring of the second generation is 3:1. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് റേഷ്യോയുടെ കാര്യം അല്ലേ. ദെൻ അതിൻ്റെ ബേസിൽ 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ആൻസർ ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. Why was the plant with the intermediate height not formed by the combination of tall and dwarf? അതായത് എന്തുണ്ടായില്ല, ഒരു ഇൻ്റർമീഡിയറ്റ്, ഇപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ഒരു ഇപ്പം ഹൈറ്റ് കൂടുതലുള്ള ചെടിയും ഹൈറ്റ് കുറവുള്ള ചെടിയും കൂടി ക്രോസ് ചെയ്തപ്പം ഉണ്ടായത് ഫസ്റ്റ് ജനറേഷനിലെല്ലാം ഹൈറ്റ് കൂടിയതായിരുന്നു. സെക്കൻഡ് ജനറേഷനിലാണെങ്കിൽ 3/4 ഹൈറ്റ് കൂടിയതും 1 പാർട്ട് ഹൈറ്റ് കുറഞ്ഞതുമാണ് ഉണ്ടായത്. അല്ലാതെ ഒരു മീഡിയം ഹൈറ്റുള്ള അല്ലെങ്കിൽ അതിൻ്റെ മിഡിൽ ക്യാരക്ടർ വരുന്ന ഒരു സാധനം ഉണ്ടായില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. സോ അതിനെന്ത് ആൻസർ എഴുതാം? It is due to the dominance of gene for tallness. The genes for tallness capital T is dominant over the gene of dwarfness small t. അതായത് ഇവിടെ ക്യാപിറ്റൽ ടി ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ when tall plant is crossed with a dwarf plant, all offsprings will have the genotype ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പോൾ F1 ജനറേഷനിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാലും ക്യാപിറ്റൽ ടി എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്ത് നിൽക്കും, ആൻഡ് സ്മോൾ ടീനെ അത് കവർ ചെയ്യും, മാസ്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ സ്മോൾ ടീയുടെ ക്യാരക്ടർ അവിടെ ഒട്ടും കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ എന്തുണ്ടാവാത്തത്, ഒരു ഇൻ്റർമീഡിയറ്റ് 1 ഉണ്ടാവാത്തത്. സിൻസ് ദ ഡോമിനൻറ്റ് ടി allele masks the recessive T allele, all F1 plants exhibit the tall phenotype, not an intermediate 1. സോ അതാണ് അതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹാസ് ഇൻ ദ ക്യാരക്ടർ ദാറ്റ് ഇസ് നോട്ട് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർഡ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ, ഹൗ വുഡ് ദാറ്റ് ബി? അതായത് ഫസ്റ്റ് ജനറേഷനിൽ ഇല്ലാതിരുന്ന ക്യാരക്ടർ സെക്കൻഡ് ജനറേഷനിൽ റീഅപ്പിയർ ആയല്ലോ, അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. സോ അതിൻ്റെ റീസൺ എന്താണ്?
This is because the F1 generation carries both the dominant and recessive alleles for a trait, but only the dominant allele is expressed in its phenotype. When F1 individuals are crossed, the recessive allele has a chance to express in some of the F2 offspring. അതായത് F1 ജനറേഷൻ ഉണ്ടായപ്പോൾ അതിൽ എന്തുണ്ടായിരുന്നു, ഡൊമിനൻ്റ് അല്ലീൽ, അതായത് ക്യാപിറ്റൽ ടിയും റിസസീവ് അല്ലീലായ സ്മോൾ ടിയും ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ അവിടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് അതിനെ സെൽഫ് ക്രോസ് ചെയ്തപ്പോൾ എന്തുണ്ടായി, സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ അതിനൊരു ചാൻസ് കിട്ടി അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് ജനറേഷനിൽ ഹിഡൻ ആയിരുന്ന ക്യാരക്ടർ F2 ജനറേഷനായപ്പം വീണ്ടും റീഅപ്പിയർ ചെയ്തത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഡൈഹൈബ്രിഡ് ക്രോസ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.